പ്രകൃതി ദുരന്തങ്ങളിൽ ആശയവിനിമയം സാധ്യമാക്കി ഹാം റേഡിയോ. പ്രകൃതി ദുരന്തത്താൽ വാർത്താവിനിമയ സംവിധാനം തകർന്ന സ്ഥലങ്ങളിലും ഉൾക്കടലിലും കപ്പലുകളിലും ഫോൺ ബന്ധം ലഭിക്കാത്ത സ്ഥലങ്ങളിലുമെല്ലാം ഹാം റേഡിയോ വഴി കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാം. കവളപ്പാറയിലും പുത്തുമലയിലും ചൂരൽമലയിലും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ ദുരന്തങ്ങളിലും ഹാം റേഡിയോയുടെ സാന്നിധ്യം വളരെ വലുതാണ്. ലോക റേഡിയോ ദിനത്തിന്റെ ഭാഗമായി എടത്തല അല്ലമീൻ കോളേജിലെ ബിവോക് സൗണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കണ്ടും കേട്ടും അറിയുവാൻ ശ്രമിച്ചത് ഹാം റേഡിയോ എന്ന എമർജൻസി നെറ്റ്വർക്കിംഗ് സർവീസിനെ കുറിച്ചാണ്. അങ്ങനെ എത്തിച്ചേർന്നത് രവിപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമച്വർ റേഡിയോ ഇൻ കേരളയിലാണ്. ഇത് സുബ്രഹ്മണ്യൻ എൻ ശാസ്ത്രി, രവിപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമച്വർ റേഡിയോ ഇൻ കേരളയുടെ ഡയറക്ടർ. ഇദ്ദേഹം 1976 ഹാം റേഡിയോയുടെ ലൈസൻസ് സ്വന്തമാക്കി. ബാങ്ക് ഓഫ് ബറോഡയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സുബ്രഹ്മണ്യൻ എൻ ശാസ്ത്രി ജോലിക്കൊപ്പവും ഹാം റേഡിയോ കൂടെ കൂട്ടി. റിട്ടയർമെന്റിന് ശേഷം ഡൽഹി NIITയിലും അമിറ്റി യൂണിവേഴ്സിറ്റിയിലും ഹാം റേഡിയോയുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന അധ്യാപകനായി പ്രവർത്തിച്ചു. ചെറുപ്പം മുതൽ ഹാം റേഡിയോയോടുള്ള ഇഷ്ടം അദ്ദേഹം ഇപ്പോഴും കൂടെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ ഹാം റേഡിയോ നമുക്ക് എന്താണെന്ന് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഇതിൽ ഒരു സാധാരണക്കാരൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഹാം റേഡിയോ എന്താണെന്ന് ചോദിച്ചാൽ സാർ എന്താണ് ആദ്യമായിട്ട് അയാളോട് പറയുക? സിമ്പിളായിട്ട് ഒരാളോട് എന്താണ് ഹാം റേഡിയോ? ഒരു നല്ലൊരു ചോദ്യമാണിത്. കാരണം റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ആളോട് നമുക്ക് സംസാരിക്കാനും പറ്റും, അയാളുടെ തരുന്ന റിപ്ലൈ നമുക്ക് കേൾക്കാനും പറ്റും. ടു വേ കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ ഇതൊരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷനായിട്ട് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ടെലിഫോണിലുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ അത് 2 വേ അല്ല, അത് 4 വേ ആണ്. ടെലിഫോണിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അയാളും സംസാരിക്കാൻ പറ്റും. ഇതങ്ങനെയില്ല, ഇത് ഓൺലി 2 വേ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് നിർത്തിയാൽ മാത്രമേ അങ്ങേർക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. ഇതാണ് ഹാം റേഡിയോ. ഈ സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഇതിനെപ്പറ്റിയുള്ള അറിവ് പറയാൻ, ഇതൊരു 2 വേ റേഡിയോ ആണ്. റേഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരു വയർലെസ് എക്യുപ്മെൻ്റാണ് റേഡിയോ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് തുടങ്ങിയത് ഏത് വർഷമായിരുന്നു? ഞാൻ 1973 തൊട്ട് ഈ റേഡിയോൻ്റെ പുറകിലായിരുന്നു. പാഷനായിരുന്നു. അത് പാഷനല്ല. ഞാൻ ആ സമയത്ത് വളരെ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ആദ്യമായിട്ടുള്ള റേഡിയോയിലേക്കുള്ള ഇൻട്രസ്റ്റ് വരിക. അന്ന് എല്ലാവരുടെ വീട്ടിലെ റേഡിയോ ഇല്ല. ആ കാലങ്ങളിലൊക്കെ റേഡിയോ ഒരു പുതിയതൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റാണ്. അന്ന് വാൾവ് ടൈപ്പാണ്. അതിലിങ്ങനെ റേഡിയോ പ്രസരണയ്ക്ക് കേൾക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണത് കേട്ടു റേഡിയോയിൽ. കാരണം അപ്പോൾ എനിക്ക് തോന്നി ഇതെങ്ങനെയാണ് അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വയർലെസ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ കമ്മിറ്റി ഇത് അവരുടെ ഒരു പരീക്ഷ പാസ്സാകുകയാണെങ്കിൽ അവരിതിനുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1976 ഞാനും മംഗലാപുരത്ത് പോയി പരീക്ഷ എഴുതി ഇതിൻ്റെ ലൈസൻസ് കൈപ്പറ്റി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു സമുദ്രത്തിലേക്ക് തുഴയാനുള്ള ഒരു തോണിയാണ് എനിക്ക് തന്നത്. ആ വഞ്ചിയെ കൊണ്ട് തുഴയാൻ തുടങ്ങിയപ്പോൾ എവിടെ എത്തണം എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഇലക്ട്രോണിക്സ് ഫീൽഡും കമ്മ്യൂണിക്കേഷൻ ഫീൽഡും ഒരുപാട് സാഗരങ്ങൾ താണ്ടിയിരിക്കുകയാണ്. ഞാൻ റേഡിയോയിൽ കയറുമ്പോൾ അന്ന് AM മാത്രമേ ഉള്ളൂ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മീഡിയം ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം സ്റ്റേഷൻ മാത്രം. പിന്നെ അത് കഴിഞ്ഞ് അത് FM ആയിട്ട് മാറി. അതേസമയത്ത് ഹാം റേഡിയോയിൽ അത് AM കഴിഞ്ഞ് SSBയിൽ വന്നു, FM വന്നു, ഡിജിറ്റൽ വന്നു, ASK, PSK, FSK, അങ്ങനെ ഒരുപാട് ഇതിലോട്ട് വന്നു. പിന്നെയാണ് ഇതിലോട്ട് ഇപ്പോൾ എത്ര വർഷമായാലും ഇപ്പോഴും ഞാൻ സമുദ്രത്തിൻ്റെ കരയിലാണ്. ഇനിയും ഒരുപാട് പഠിക്കാൻ എനിക്കുണ്ട്. ഇന്റർനാഷണൽ ആണല്ലോ ഇത് സംഭവം.
അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതെ, ഇത് ഈ ആംബ്രോയിഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ ശുദ്ധി വരും. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് പ്രസന്ന യോഗ്യമാണോ ഇല്ലയോ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അത് പറയും, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ബാക്കിയുള്ളവർ കേൾക്കാനുള്ള ഒരു ഇത് വരണം. അപ്പോൾ അതിനൊരു ചിട്ടയും ഡിസിപ്ലിനും വരും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ 4 പേർ അറിയണം. ഇന്ത്യയിൽ ഒരുമാതിരി ആൾക്കാരെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പക്ഷേ വിദേശത്തിൽ അവർ ലോക്കലായിട്ട് സംസാരിക്കുന്ന ഏത് ഭാഷയായിരിക്കും? അവരുടെ ഭാഷയായിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ മലയാള പ്രയോഗം നമ്മൾ ചെയ്തു അല്ലേ? അപ്പോൾ അതേപോലെ അവരവിടുത്തെ ഭാഷ യൂസ് ചെയ്യും. എന്താണ്? ഫ്രഞ്ച് ഭാഷ യൂസ് ചെയ്യും, ഡച്ച് ഭാഷ യൂസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഒരു വേറെ ഭാഷ പഠിക്കാനുള്ള ഒരു അവസരമാണിത്. മനസ്സിലായി? ഈ ഇതിൽ വരുമ്പോൾ ഇംഗ്ലീഷും നമ്മളുടെ റീജിയണൽ ലാംഗ്വേജ് അല്ലാണ്ട് ഫോറിൻ ലാംഗ്വേജസ് എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് കേൾക്കാനും ആക്ച്വലായിട്ടുള്ള സംസാരം കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഫ്രഞ്ച് സംസാരിക്കണമെന്ന് കേട്ടു. നമുക്ക് ഫ്രഞ്ച് അറിയില്ല അല്ലേ? നമ്മൾ കുറേ ദിവസം കേട്ട് കഴിയുമ്പോൾ അവർ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്, എന്താ പറയുന്നതൊക്കെ അറിയാൻ പറ്റും. ഇത് വിദേശ ഭാഷ പ്രാക്ടിക്കലായി ഇപ്പോൾ നമ്മൾ IELTS പഠിച്ചാൽ പാസ്സാകാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് റിയൽ ലൈഫിൽ വരുന്ന. വെരി ഹാപ്പി ടു വർക്ക് വിത്ത് യു അഗെയിൻ ഓൺ ദ ഖത്തർ ഓസ്കർ and probably some other station also may be waiting for your QSO. I wish you and family members 73s and regards and namaste from India. And tomorrow India is celebrating the Independence Day also, so celebration will be there tomorrow also. Ocean Echo 8 Golf Mike Queen VU2 November Sierra Lima over. കാലഘട്ടം മാറുന്ന പോലെ ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സാറിന് അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറയില്ലേ, നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന പുസ്തകങ്ങളോ മറ്റേതല്ല. ഇത് സെൽഫ് ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ സെൽഫ് ട്രെയിനിങ് ആണ്. സെൽഫ് ട്രെയിനിങ് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കി പഠിക്കാനും ഇല്ല. പണ്ട് കാലത്തൊന്നും നമുക്ക് ബുക്ക് കൂടി കിട്ടാനില്ല. ഇപ്പം നമുക്ക് ഭാഗ്യം കൊണ്ട് യൂട്യൂബും ഗൂഗിളിലും എല്ലാ ഇൻ്റർനെറ്റ് ഇതിലും ഇപ്പോൾ GP ചാറ്റ് ഉണ്ട്, മീറ്റ ഉണ്ട്, ഒരുപാട് AI ഫെസിലിറ്റീസ് കൊണ്ടുള്ളതുകൊണ്ട് നമുക്കത് കൂടുതലായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഒരു സാറ്റലൈറ്റിൻ്റെ വീട്ടിന് മുകളിൽ കൂടി പോകുമ്പോൾ ഏത് സെക്കൻഡിലാണ് എൻ്റെ മണ്ടയ്ക്ക് മൂല വരുന്നത് വരെ എനിക്കിതിൽ കമ്പ്യൂട്ടർ വഴിക്ക് എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആ സാറ്റലൈറ്റിൻ്റെ സ്പീഡിൽ തന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ പോകും. വേറെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോർഡിനേറ്റ് അത് നമുക്ക് നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇത് വേണം. WPC പറഞ്ഞ വയർലെസ് പ്ലാനിങ് കോർഡിനേഷനാണ് നമുക്ക് ലൈസൻസ് തരുന്നത്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും വയർലെസ് മോണിറ്ററിങ് സ്റ്റേഷൻ, അത് ട്രിവാൻഡ്രം, മംഗലാപുരം, ബാംഗ്ലൂർ, ചെന്നൈ ത്രൂഔട്ട് ഇന്ത്യയിലുണ്ട്. അവർ നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഈ ITU റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് ഉള്ളതാണോ എന്നുള്ളത് പരിശോധിക്കും, മോണിറ്റർ ചെയ്യാൻ. മോണിറ്റർ. അപ്പോൾ ഈ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരായിട്ട് എന്തെങ്കിലും ഇതിന് നമ്മൾ ആംബ്രോയിഡിയിൽ തന്നെ ഒരുപാട് ഹാംസ് വെതർ ഫോർകാസ്റ്റിങ്ങിന് കഴിവുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് ഹാംസ് ISROയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പല സാറ്റലൈറ്റ് ഇതിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ പരിചാരത്തിൽ ആ വിവരങ്ങൾ നമ്മളോട് ഡെയിലി രാവിലെ നമുക്ക് പറയും. ഈ വയനാട് ഇൻസിഡന്റ് ഇപ്പോൾ ആയില്ലേ, അതിനെ എങ്ങനെയായിരുന്നു? വയനാട്ടിൽ ഇത് അറിഞ്ഞപ്പോൾ രാത്രിയാണ് നമുക്കിവിടെ ഫോൺ വന്നത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറുള്ള വയനാട്ടിലുള്ള നമ്മുടെ ഹാം റേഡിയോ എമർജൻസി നെറ്റ്വർക്കിൽ അവിടെ ഡോക്ടർ OJ അബ്രഹാം, അങ്ങേര് വയനാട്ടിലെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറാണ്. പുള്ളി ഹാമാണ്. പുള്ളി അപ്പം തന്നെ കളക്ടറായിട്ട് ചെയ്ത് രാവിലെ തന്നെ എത്താൻ പറ്റുന്ന ദൂരം വരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തു. ആദ്യത്തെ 2 ദിവസം ആർക്കും എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അതെ, പോകാൻ പറ്റിയപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സെല്ല് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. കളക്ടറിൻ്റെ ഓഫീസിൽ വരണം. ആ സംഭവം നടന്ന ഉരുൾപൊട്ടൽ നടന്ന സ്ഥലങ്ങളിലും നടത്താൻ പറ്റും. കാരണം അതിന് നമുക്ക് ഹാം റേഡിയോയിലേക്ക് വേണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ, നമ്മളുടെ റേഡിയോവും ബാറ്ററിയും മാത്രം മതി. നമ്മുടെ ഉള്ള ഒരു ബാറ്ററി, ചെറിയ ബാറ്ററി നമുക്കൊരു 3 മാസം വരെ നിൽക്കും. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമോ വേറെ എന്തെങ്കിലും ഒരു പ്രൊവൈഡറിൻ്റെ
ടെലികമ്മി ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെയാണ് അതിന് സ്വന്തം ആൾ, നിങ്ങൾ തന്നെയാണ് ആൾ. ഈ ടെക്നോളജിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. ഇത് വന്നിട്ട് സാറ്റലൈറ്റ് റിസീവിങ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. സാറ്റലൈറ്റ് റിസീവിങ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ എക്യുപ്മെൻ്റ് തന്നെ ഇത് റിപ്പീറ്റർ ഫ്രീ VHFലുള്ള എല്ലാ റിപ്പീറ്റർ സ്റ്റേഷനും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ട ഓരോ റിപ്പീറ്റർ ഫ്രീക്വൻസി മാറുന്ന കണ്ടില്ലേ. ഇത് വന്ന് ആദ്യത്തെ ഇടുക്കി റിപ്പീറ്ററാണ്. ഇത് തൊടുപുഴ റിപ്പീറ്റർ, ഇത് പാലാ റിപ്പീറ്റർ, ഇത് തൃശ്ശൂർ റിപ്പീറ്റർ, ഇത് വടകര റിപ്പീറ്റർ, ഇത് തിരൂർ റിപ്പീറ്റർ, ഇത് നെല്ലിയാമ്പതി റിപ്പീറ്റർ, ഇത് കൊല്ലം റിപ്പീറ്റർ, ഇത് പത്തനംതിട്ട റിപ്പീറ്റർ, ഇത് ആലപ്പുഴ റിപ്പീറ്റർ, ഇത് കണ്ണൂർ റിപ്പീറ്റർ, ഇത് കാലിക്കറ്റ് റിപ്പീറ്റർ, ഇത് വയനാട് റിപ്പീറ്റർ. ഇതുപോലെ 14 ജില്ലയിലുള്ള ഈ റിപ്പീറ്റർ നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കാണുന്നത് ഹൈ ഫ്രീക്വൻസി എക്യുപ്മെൻ്റാണ്. ഈ എക്യുപ്മെൻ്റ് വഴിക്കാണ് നമ്മൾ വിദേശങ്ങളിലുള്ള ഒരുപാട് സമയത്ത് ഹൈ ഫ്രീക്വൻസി മാത്രമായിട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണ്ട് സാറ്റലൈറ്റ് എക്യുപ്മെൻ്റാണ്. സാറ്റലൈറ്റ് എക്യുപ്മെൻറ്റ് ഗിഗാഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. 10 ഗിഗാഹെർട്സിന് മുകളിലാണ് സാറ്റലൈറ്റ് ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്നത്. സാറേ ഇപ്പോൾ നമ്മൾ ഈ GPS ട്രാക്ക് ചെയ്യില്ലേ, ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഒരു ഫോക്സ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 2 തരം ട്രാക്കിംഗ് ആണുള്ളത്. ഒന്ന് GPS, പിന്നെ ഒന്ന് ഹാം റേഡിയോക്കാർ ചെയ്യുന്നത് APRS എന്ന് പറഞ്ഞാൽ APR GPS പോലെ തന്നെയാണത്. ഇപ്പോൾ GPRS ഗ്ലോബൽ പൊസിഷനാണ്. ഇത് ആക്ച്വലായിട്ടുള്ള APRS പൊസിഷൻ റേഡിയോ ഫ്രീക്വൻസി ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഒരു പ്രോഗ്രാം പോലെ എല്ലാ മാസവും എല്ലാ അമേച്ചർ ക്ലബ്സും നടത്താറുണ്ട്. ഇതൊരു ട്രെയിനിങ് ആണ്. നമുക്കിതുപോലെ ഒരു സംഭവം വരുമ്പോൾ ഒരാളെ കണ്ടുപിടിക്കാനോ ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നടത്തുന്നത്. പാഷനോടെയാണ് ഇപ്പോൾ സാർ ഇപ്പോൾ ഫീൽഡിലേക്ക് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ജനറേഷൻ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? ശരിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് ഉണ്ട് അല്ലേ, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട്, ലൈറ്റ് മ്യൂസിക് ഉണ്ട്. അതൊന്നും നശിച്ചു പോകുമോ എന്ന് ചോദിച്ചാൽ അത് നശിച്ചു പോകില്ല. കാരണം ഓരോ ആൾക്കാർ തിരിച്ച് ജനിച്ച് വരുമ്പോൾ ഇതിനുള്ള പാഷനുള്ള ആൾക്കാർ ഇതിനെ കാട്ടി കുറച്ചുകൂടി കൂടുതൽ വ്യഗ്രമായിട്ട് വരും. ഇപ്പോൾ നമുക്കറിയാം പല പ്രോഗ്രാംസും TV-യിൽ ചെറിയ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ പാടുന്ന ശൈലിയിൽ ഇപ്പോഴുള്ള പിന്നെ കാലത്ത് പാടാൻ പറ്റില്ല അല്ലേ. ഒരു സാധനം നശിച്ചു പോകില്ല, അത് ഡിഫറെൻറ്റ് ഫോമിൽ വരികയാണ്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ പണ്ട് ഇസ്തിരിപ്പെട്ടി ഉണ്ടായില്ല, ഷർട്ട് ഭവൻ ജയന്തിയും ഒരു ചെറിയൊരു പാത്രത്തിൽ ചൂടുവെള്ളം നിറച്ചിട്ടിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കൽക്കരി വന്നപ്പോൾ കോളോടുള്ള ഇസ്തിരിപ്പെട്ടിയായി. പിന്നെ അത് കഴിഞ്ഞ് ഇലക്ട്രിക് ഇസ്തിരി, ഇപ്പോൾ അതും പോയി കോഡ്ലെസ് വയർലെസ് ഇസ്തിരിപ്പെട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഫോം മാറും. പണ്ട് നമ്മൾ സാധാരണ ചൂള ഉപയോഗിച്ചിരുന്നു, പിന്നെ അത് മാറി പുകയില്ലാത്ത ചൂളയായി, ഗ്യാസ് അടുപ്പായി, ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറായി അല്ലേ. അപ്പം അതുപോലെ ഇലക്ട്രോണിക് സംബന്ധമായ കാര്യങ്ങൾ കീബോർഡ് ആയാലും നമുക്ക് ഹാർമോണിയം കൈകൊണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ 2 കൊണ്ട് വായിക്കുന്ന കീബോർഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും അതിൽ വരുന്ന F1, F2, F3 എല്ലാം സെയിമാണ്. പക്ഷേ അത് ഓരോന്നും പുതിയ ഫോമിലോട്ട് വരും. ഒരു സംഗതിയും നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ചേരുമ്പോൾ വാൾവ് റെഡിയായിരുന്നു, ഇപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ മൈക്രോ പ്രോസസ്സർ വന്നു, ഇപ്പോൾ ഡിജിറ്റൽ റേഡിയോ ആണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന SDR റേഡിയോ ആണ്. അതുകൊണ്ട് അതിനൊന്നും ഒരു കമ്പാരിസണും ഇതിനു മുമ്പുള്ള റേഡിയോ ആയിട്ടില്ല. സാറ് വളരെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റി. ഇത്ര വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി. ഞാനും നിങ്ങൾക്ക് എല്ലാവരും നല്ലോണം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ഇൻറ്ററാക്ട് ചെയ്തതിന് എനിക്കും നന്ദി. ഹാം റേഡിയോ ഇഷ്ടപ്പെടുന്ന 12 വയസ്സ് കഴിഞ്ഞ ആർക്കും പ്രത്യേക പരീക്ഷ പാസ്സായാൽ ഹാം റേഡിയോ ഓപ്പറേറ്റർ ആവാം. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വയർലെസ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ വിങ്ങാണ് ഇന്ത്യയിൽ ഹാം റേഡിയോയ്ക്ക് ലൈസൻസ് നൽകുന്നത്. മൊബൈലും ഇന്റർനെറ്റും പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രവർത്തനരഹിതമാകുമ്പോഴാണ് ഹാം റേഡിയോയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത് എന്നതാണ് വർത്തമാനകാലത്ത് ഇതിനെ ജനപ്രിയമാക്കുന്നത്.